പോയി. ഞാൻ ഫസ്റ്റ് എൻ്റെ പേഴ്സണൽ ടൈം ടേബിൾ ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോയി. ഞാൻ ഫസ്റ്റ് CSC ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് CSC ക്ലാസ്സിൽ കയറി. അപ്പോഴാണ് മനസ്സിലായത് ക്ലാസ് മാറിപ്പോയി. ഓക്കെ. ഓക്കെ, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും 17 ആളാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇന്നലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. മിനിയാന്നാണല്ലോ നമ്മൾ ലാസ്റ്റായിട്ട് ക്ലാസ് എടുത്തത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തിൻ ഫിലിം ഇൻറർഫറൻസിനെ കുറിച്ചായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻറർഫറൻസ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇൻറർഫറൻസ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കുറച്ച് ബേസിക്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കടന്നു, തിൻ ഫിലിം ഇൻറർഫറൻസ്. ഓക്കെ, എന്താണ് തിൻ ഫിലിം ഇൻറർഫറൻസ്? തിൻ ഫിലിം ഇൻറർഫറൻസിനെ ഏറ്റവും നന്നായി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതൊരു ഫിലിമിൻ്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, എ വേവ് കംസ് ഫ്രം ദിസ് പോയിന്റ് എ, നോർമൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, ഇറ്റ് ക്രിയേറ്റിംഗ് ആൻ ആംഗിൾ ഐ വിത്ത് നോർമൽ. ഇറ്റ് ഈസ് ഇൻസിഡൻറ്റിങ് ഓൺ ദി തിൻ ഫിലിം ഇൻ്റർഫേസ്. അതായത് തിൻ ഫിലിമിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് ബൈ ക്രിയേറ്റിംഗ് ആൻ ആംഗിൾ ഐ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഈ ഒരു ബൗണ്ടറിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, വൺ പാർട്ട് ഓഫ് ദി ലൈറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക് ടു ദ എയർ. ഒരു വൺ ഓഫ് ദി പാർട്ട് പിന്നെ ഈ ഫിലിം ബൗണ്ടറിയിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യും. ആൻഡ് വൺ ഓഫ് ദി പാർട്ട് വിൽ ട്രാൻസ്മിറ്റിംഗ് ബൈ ക്രിയേറ്റിംഗ് എ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതായത് നോർമലിൻ്റെ സൈഡിലേക്ക് ബെൻഡ് ചെയ്യും, അതാണല്ലോ റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാക്കും, ആർ ഉണ്ടാക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് റീച്ചിങ് ദ ബോട്ടം സർഫേസ്, എയർ ഫിലിം ബൗണ്ടറിയിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് അഗെയിൻ ഗെറ്റ് റിഫ്ലക്റ്റഡ്. അത് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇറ്റ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ബാക്ക്. സോ വാട്ട് ഹാപ്പൻസ്, തിൻ ഫിലിം ഇൻ്റർഫറൻസിൻ്റെ കേസിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫിലിമിൻ്റെ മുകളിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കാണുന്നത്? ബിക്കോസ് ദിസ് ടു റേസ്, അതായത് BC എന്ന റേയും EF എന്ന രണ്ട് വേവ്സ്, it is first wave is reflected from the film boundary and second one is reflected from the bottom boundary. It too gets interfered each other, or it too gets add up each other, or the point B and point E act as coherent sources. അതായത് ഫിലിമിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വേവും അതുപോലെ തന്നെ അടിയിൽ എയർ ബൗണ്ടറിയിൽ തട്ടിയിട്ട് ടോപ്പ് പാർട്ട് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവും ബോട്ടം പാർട്ടി തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവും രണ്ടും കൂടി ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ കൊഹറൻറ്റ് സോഴ്സ്. ബിയും കൊഹറൻറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചല്ലോ, കൊഹറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർഫറൻസ് നടക്കുള്ളൂ. സോ ഇറ്റ് വിൽ add up and create an interference pattern here. Okay, so when we apply a light from a broad source, നമ്മൾ ഇവിടുന്ന് ലൈറ്റ് ഒരു സർട്ടൻ, ഇപ്പം ലേസറൊന്നും അല്ല പോയിന്റ് ചെയ്യുന്ന, ഒരു ബ്രോഡ് സോഴ്സ് ആണ് ലൈറ്റ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിലും സംഭവിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറും. ഓരോ വേവും പല ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യും. ആൻഡ് അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ മാറും, മാറും. സോ വാട്ട് ഹാപ്പൻസ്, ഈ ഫിലിമിൻ്റെ മുകളിൽ പല പൊസിഷനിലും വരുന്ന വേവ്സ് ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ടോപ്പ് പൊസിഷനിലും ബോട്ടമിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത വേവ്സ് പൊസിഷൻ ആഡപ്പ് ചെയ്യും. ആൻഡ് ബേസ്ഡ് ഓൺ ദി conditions we are deriving, it will create an interference pattern. So now we are analyzing this figure or this geometry of thin film interference to get the conditions for constructive and destructive interference. Constructive interference കിട്ടാനും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടാനുള്ള കണ്ടീഷൻസ് നമ്മൾ ഈ ജോമെട്രിയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. സോ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്? ഓക്കെ, ഫസ്റ്റ് വി ഡിറൈവ് വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്. ഈ രണ്ട് വേവ്സും തമ്മിലാണല്ലോ, കൺസിഡർ ദി വേവ് BC അല്ലെങ്കിൽ HCയും EF, ഈ രണ്ട് വേവ്സ് തമ്മിലാണ് ഇൻ്റർഫിയർ എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഇൻ്റർഫറൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടാൻ എന്താണ് n ലാംഡ അല്ലെങ്കിൽ ലാംഡയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം പാത്ത് ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് λ/2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. സോ ഈ രണ്ട് വേവ്സും ആണ് ഇൻ്റർഫിയർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആഡപ്പ് ചെയ്യുന്നതെങ്കിൽ വി വാണ്ട് ടു നോ വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്. ഈ രണ്ട് വേവ്സും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ വേവിനേക്കാളും എത്രയധികം, അതായത് HC എന്ന വേവിനേക്കാളും എത്രയധികം ഈ വേവ് ട്രാവൽ ചെയ്തു ഈ പൊസിഷനിലേക്ക് എത്താൻ. അല്ലെങ്കിൽ ഈ രണ്ട് വേവ്സും ഈ H പൊസിഷനും ഈ പൊസിഷനും പാരലൽ ലൈൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാവുന്നതുകൊണ്ട് തന്നെ അവിടെ മുതൽ ഈ വേവ്സിന് ഒരേ ദൂരമാണെന്ന് അല്ലെങ്കിൽ ഒരേ പാത്ത് ലെങ്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഡിഫറൻസ് ഹാപ്പൻസ് ഹിയർ. സോ we calculate what is the optical path difference between these two waves. So this wave
ട്രാവൽസ് ആൻ അഡീഷണൽ പാത്ത്, അതായത് ഈ വേവ് ഒരു അഡീഷണൽ പാത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ്, വാട്ട് ഈസ് ദ അഡീഷണൽ പാത്ത് ലെങ്ത്? ബി ഡി പ്ലസ് ഡി. ബി എന്ന പൊസിഷനിൽ നിന്ന് ഡിയിലേക്ക് പോയി വീണ്ടും ഇയിലേക്ക് വന്നു. സോ ദ അഡീഷണൽ പാത്ത് ഈസ് ബി ഡി പ്ലസ് ഡി. ഓൾസോ വി ആർ കാൽക്കുലേറ്റിംഗ് ഹിയർ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. നമ്മളിവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വി മൾട്ടിപ്ലൈ ഇറ്റ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫിലിം. ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഇന്നലെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്താണെന്ന് പഠിച്ചു. അതായത് ഒരു മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ ഡി ഡിസ്റ്റൻസ് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്? ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഈസ് ഗിവൺ ബൈ മ്യൂ ഡി. സോ വി ക്യാൻ റൈറ്റ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്, പാത്ത് ഡിഫറൻസിൽ ഈ ബി ഡി എന്ന ട്രാവൽ ചെയ്ത ദൂരം ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ മൈനസ് ബി എച്ച്. ശരിക്കും ബി എച്ച് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വിച്ച് മെറ്റീരിയൽ ദാറ്റ് ദിസ് റേ ഈസ് ട്രാവലിംഗ്. സോ ബി എച്ച് എന്ന റേ ട്രാവൽ ചെയ്യുന്ന എയറിൽ കൂടെയാണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് 1. സോ വി ക്യാൻ റൈറ്റ് ബി എച്ച് ഹിയർ. അതുകൊണ്ട് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. പക്ഷേ ഈ ബി ഡി ഡി ഇ ബി എച്ച് എന്ന് പറയുന്ന ടേംസ് വി വാണ്ട് ടു റൈറ്റ് ഇൻ ദ ടേംസ് ഓഫ് തിക്നെസ് ഓഫ് ദി ഫിലിം ടി, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇതിൻ്റെയൊക്കെ ടേംസിൽ നമുക്ക് എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ടൊരു കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യം ബി ഡി ഈസ് ഈക്വൽ ടു ഡി. ഈ ബി ഡി എന്ന ലെങ്തും ഡി എന്ന ലെങ്തും സെയിം ആണെന്ന് പറഞ്ഞു. വൈ? ബിക്കോസ് according to law of according to law of reflection, these are two angles are angle BDG and GD are same. So these two triangles is are similar triangles because this GD is a common side of these two triangles. So we can say BD is equal to D. BD നമുക്ക് D എന്ന് പറയാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ BD plus D എന്താണ്? 2 into BD. Okay, now we want to find what is this BD. BD കണ്ടുപിടിക്കാൻ വേണ്ടി we take a triangle BJD. BGD എന്ന ട്രയാങ്കിൾ എടുത്തു. This is a right angle triangle because ഇവിടെ 90 degree ആണ്. BGD. And what is cosr? Cosr is given by DG by BD. Cosr is given by ഇതാണ് ആർ എന്ന് പറയുന്ന ആംഗിൾ. സോ കോസ് ആർ എന്ന് പറയുമ്പോൾ adjacent side by hypotenuse. So DG by BD. That means what is DG? DG is the same as the thickness of film. DG എന്ന് പറയുന്ന ഫിലിമിന്റെ തിക്നെസ്സിനോട് സെയിം ആയിരിക്കും. So we can write DG by BD equal to T by BD. So BD is given by T by cos R. Equation T by cos R എന്ന് നമുക്ക് എഴുതാൻ പറ്റും. Similarly, BD plus D. So BD plus D is written by BD plus D ക്ക് നമ്മൾ ഇവിടെ 2 into BD and BD ക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടി. So we can write BD plus D is equal to 2 into BD, that is equal to 2 into T by cos R. So BD plus D is equal to 2T by cos R. So നെക്സ്റ്റ്, അപ്പോൾ നമുക്കിവിടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ അല്ലെ ബി ഡി പ്ലസ് ഡി എന്നുള്ള ടേമിന് ഫിലിമിൻ്റെ തിക്നെസ് ടിയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറൊക്കെ വെച്ചിട്ട് ഒരു എക്സ്പ്രഷൻ കിട്ടി. ദെൻ വി ആർ ടേക്കിംഗ് ഫ്രം ട്രയാങ്കിൾ ബി ഇ എച്ച്. നൗ ടേക്ക് ഫ്രം ട്രയാങ്കിൾ ബി ഇ എച്ച്. ഈ ട്രയാങ്കിൾ എടുക്കുക, ബി ഇ എച്ച്. എൻ്റെ പോയിന്റർ പോകുന്ന കാണുന്നില്ലേ? ബി ഇ എച്ച് എടുക്കുക. ഈ ആംഗിൾ ഐ ആയിരിക്കും. വൈ ദിസ് ആംഗിൾ ഇസ് ഐ? ബിക്കോസ് ദിസ് ആംഗിൾ ഇസ് ഐ, then this angle should be I. Why? Because according to law of reflection, the angle of incidence is equal to angle of reflection. Angle of incidence and angle of reflection same ആയിരിക്കണം. So this angle I is equal to here also angle I. If this angle is I, then what is this angle? This angle will be 90 minus I, because this is a perpendicular normal line. So if this angle is I, this is 90 minus I, and here we have a right angle triangle BHE. That means this angle is 90. That means here we have angle I. അങ്ങനെയാണ് അവിടെ ആംഗിൾ ഐ വന്നത്. സോ ഫ്രം ആംഗിൾ ബി ഇ എച്ച്, how we define sine of angle I? Sine I is defined as opposite side by hypotenuse. Okay, what is the opposite side of this angle I? BH. BH divided by BE. This is the hypotenuse of this triangle. Triangle hypotenuse idale BHE എന്ന് പറയുന്ന triangle hypotenuse ഇതാണ്. So BE, BH by B. So BH is given by, so this side BH is given by BE into
sin i. Okay. Okay. Now put that equation. ആ equation അവിടെ നിൽക്കട്ടെ. Okay. Now, now we have a side BE. നമുക്കിവിടെ ബി എന്ന് പറഞ്ഞ സൈഡ് കണ്ടുപിടിക്കണം. നമ്മൾ അതായത് ഇപ്പോൾ ബി ഡി പ്ലസ് ഡി ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷനിൽ ബി ഡി പ്ലസ് ഡിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. സിമിലർലി ഈ ബി എച്ചിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാ ഇൻ ദ ടേംസ് ഓഫ് ടി ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. Now BH is equal to BE plus sin I എന്ന് കിട്ടി. Now we can split BE is equal to BG plus GE. ഈ ബി ഇ എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, ബി ഇ എൻ്റെ പോയിന്റ് കാണുമല്ലേ, ബി എന്ന ലെങ്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ബി ജി പ്ലസ് ജി എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബി ജി പ്ലസ് ജി ആൻഡ് ദിസ് ബി ജി ഈസ് ഈക്വൽ ടു ദിസ് ബി ജി ഈസ് ഈക്വൽ ടു ജി. ഈ ബി ജി എന്ന സൈഡും ജി ഇ എന്ന സൈഡും it is same. Why? Because the angles are same, the sides are common, the BD is equal to D. That means BG is equal to G. അത് നമുക്ക് നേരത്തെ നമ്മൾ ബി ഡി is equal to D എന്ന് അസ്യൂം ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബി ജി is equal to G എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ആംഗിൾ സെയിം ആണ്, സൈഡ് കോമൺ ആണ്. സോ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ ബി ജി is equal to G എന്ന് പറയാൻ പറ്റും. ഇഫ് ബി ജി is equal to GE, we can say B is equal to BG plus G, അല്ലെങ്കിൽ BG plus BG, that is equal to 2BG. Okay, now BE is equal to 2BG. Okay, 1 minute. Okay, now BE is equal to 2BG. Okay, now take the triangle BGD. Now take the triangle ബി ജി ഡി എന്ന ട്രയാങ്കിൾ എടുക്കുക. ബി ജി ഡി എന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ പോയിന്റർ വന്ന് നോക്ക്. ബി ജി ഡി എന്ന ട്രയാങ്കിൾ എടുത്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദാറ്റ് in the triangle BGD we get that tan r is equal to, ഈ ട്രയാങ്കിൾ നോക്കാം, ബി ജി ഡി എന്ന ട്രയാങ്കിൾ tan r എങ്ങനെ ഡിഫൈൻ ചെയ്യും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ tan എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദിസ് ആംഗിൾ ആർ? ബി ജി. What is the adjacent side of that angle R? DG. Okay. From this expression we can write a expression. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കാര്യം BG is equal to DG into tan R. അതായത് BG is equal to DG into tan R. What is DG? DG എന്ന സൈഡ് എന്താണ്? It is same as the thickness of film. So we can write T tan R. Correct അല്ലേ? So BG is equal to T tan R. If BG is equal to T tan R, what is BE, which is 2BG എന്ന് പറഞ്ഞാൽ 2T tan R ആയിരിക്കൂലേ. So BE is equal to, we can write BE is equal to 2T tan R. If BE is equal to 2T tan R, B എന്ന് പറയുന്നത് 2T tan R ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ what is BH? Then we have BH is equal to BE into sin I. So we can write BH is equal to BE into sin I, that is equal to, that means BH is equal to 2 BEQ വരെ നമുക്ക് എക്സ്പ്രഷൻ 2T tan R എക്സ്പ്രസ് ചെയ്യാം. that means 2T tan R sin I. sin I. So we get BH is equal to 2T tan R sin I. Now look at this expression. So നമുക്ക് ഇപ്പോൾ രണ്ട് എക്സ്പ്രഷൻ കിട്ടി. അതായത് ബി ഡി പ്ലസ് ഡിക്ക് 2T ബൈ കോസാറും കിട്ടി, ബി എച്ചിന് 2T ടാൻ ആർ സൈൻ ചെയ്യുന്ന എക്സ്പ്രഷനും കിട്ടി. ഓക്കെ, നമുക്കിവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തിന്റെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ optical path difference equal to BD plus D into mu minus BH. ഓക്കെ, അപ്പോൾ അതിലെ ബി ഡി പ്ലസ് ഡിക്കും ബി എച്ചിനും നമുക്ക് ഓരോ എക്സ്പ്രഷൻ കിട്ടി. Now we have optical path difference is given by BD plus D into mu minus BH. ഓക്കെ, ഇവിടെ ബി ഡി പ്ലസ് ഡിക്ക് എന്താ കിട്ടിയത്? 2T ബൈ കോസ് ആർ. ബി എച്ചിന് എന്താ കിട്ടിയത്? 2T ടാൻ ആർ സൈൻ ഐ. So we can write optical path difference equal to
ഒ പി ഡി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡിക്ക് നമുക്ക് 2t ബൈ കോസ് ആർ എന്ന് കൊടുക്കാം. 2t ബൈ കോസ് ആർ ഇൻറ്റു മ്യൂ അല്ലേ, സോ വി ക്യാൻ റൈറ്റ് മ്യൂ. ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ ആണ്, സോ ഇൻറ്റു മ്യൂ മൈനസ് ബി എച്ച്. ബി എച്ചിന് പകരം 2t tan r sin i. Okay. Now we got optical path difference equal to 2t by cos r minus 2t tan r sin i. Okay. Now we can write from Snell's law. Snell's law എന്താണ് Snell's law? ഓക്കെ, സ്നെൽസ് ലോ നിങ്ങൾക്ക് ഓൾറെഡി പ്ലസ് ടുവിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, അതായത് ഒരു റേ വരുന്നു, ഒരു ലൈറ്റ് റേ വരുന്നു, ഒരു മീഡിയത്തിൻ്റെ ബൗണ്ടറിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഒരു ആംഗിൾ ആർ ഉണ്ടാക്കുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ആംഗിൾ ആർ, ഓർ ഇറ്റ് ബെൻസ് ടുവാർഡ്സ് നോർമൽ. ദാറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് റിഫ്രാക്ഷൻ ദാറ്റ് ബെൻസ് ടുവാർഡ്സ് നോർമൽ ആൻഡ് ക്രിയേറ്റിംഗ് ആൻ ആംഗിൾ ആർ, ഒരു ആംഗിൾ ആർ ഉണ്ടാക്കുന്നു. ഓക്കെ, വാട്ട് ഡസ് സ്നെൽസ് ലോ സേ? സ്നെൽസ് ലോ എന്താണ് പറയുന്നത്? സ്നെൽസ് ലോ സേ ദാറ്റ് sin i by sin r equal to refractive index of medium divided by refractive index of first medium. ഇതിപ്പം എയർ ആയതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് സേസ് ദാറ്റ് സ്നെൽസ് ലോ സേസ് ദാറ്റ് sin i by sin r equal to n2 by n1 or some n2 which is the refractive index of medium. So for this film we can represent Snell's law as, okay, Snell's law തന്നെയാണെന്ന് തോന്നുന്നത്. It is Snell's law says that sin i by sin r is equal to mu, because air and thin film boundary ആണ്. So mu by 1 എന്ന് വരും. So we can write mu. That gives that sin i is equal to mu sin r. That gives that sin i equal to mu sin r എന്നുള്ള എക്സ്പ്രഷൻ തരുന്നു. ഈ സൈൻ ഐ ഈക്വൽ ടു മ്യൂ സൈൻ ആർ, നമുക്ക് ഈ സൈനയുടെ ടേംസിൽ സൈൻ ഐ എന്നുള്ള ഈ ടേമിന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. സോ വി ക്യാൻ റൈറ്റ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് ഈസ് ഗിവൺ ബൈ ഒ പി ഡി ഈസ് ഈക്വൽ ടു 2 mu t by cos r minus 2t tan r എന്ന് പറയാൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? sin r by cos r എന്ന് എഴുതാൻ പറ്റും. sin r by cos r ഇൻറ്റു സൈൻ ഐക്ക് വരം മ്യൂ സൈൻ ആർ എന്ന് എഴുതാൻ പറ്റും. മ്യൂ സൈൻ ആർ. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ 2 mu t by cos r minus 2 mu t sin square r divided by sin r into sin r sin square r. മ്യൂവിന് ഇപ്പുറത്തേക്ക് എടുത്തു. സോ 2 mu t into sin square r divided by cos r. Okay, that means optical path difference is given by take 2 mu t by cos r എന്നുള്ള ഈ ടൈമിനെ കോമൺ ആയിട്ട് എടുക്കുക. കാരണം രണ്ട് ടേംസിനും കോമൺ ആയിട്ട് 2 mu t by cos r എന്ന് പറയുന്ന ടൈം ഉണ്ട്. സോ ടേക്ക് 2 mu t by cos r as common, 2 mu t by cos r as common into 1 minus, here we have remaining term sin square r. What is 1 minus sin square r? We know sin square r plus cos square r equal to 1. That means 1 minus sin square r is given by cos square r. So we can write optical path difference between these two waves is 2 mu t by cos r into 1 minus sin square r എന്ന് വരും cos square r. That gives us optical path difference between these two waves is given by, അതായത് ടോപ്പ് പാർട്ടിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവും ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവും തമ്മിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 2 mu t. ഈ കോസ് ആറും കോസ് സ്ക്വയർ ആറും ഡിവൈഡ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് മുകളിലൊരു കോസ് ആർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ 2 mu t കോസ് ആർ. ഇതാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്, 2 mu t cos r. ഓക്കെ, അതായത് ഈ തിൻ ഫിലിമിൻ്റെ ടോപ്പ് പാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതായത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രം ദി വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദി
thin film interface or a denser medium interface, and the wave reflected from the bottom part those two act as a coherent source. ഇത് രണ്ടും coherent sources ആക്ട് ചെയ്യും. And optical path difference between this wave BC and EF is given by, അതിനെ ബേസ് അതിന്റെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ നടക്കുന്നത് പറയാൻ പറ്റൂ. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. So analyzing the geometry of that setup, we calculated what is the optical path difference between those two waves. It is given by 2 mu t cos r. Okay. Now there is a problem. ഇപ്പോൾ ഒരു പ്രോബ്ലം വരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. ഡിസിമിലർ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. മാക്സ്വെലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ച് ഒരു ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവിന് റെയറർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവിനേക്കാളും ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് λ/2 അല്ലെങ്കിൽ അഡീഷണൽ ഫേസ് ഡിഫറൻസ് π% ആയിരിക്കും. അതാണ് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ. ഇന്നലെ നമ്മൾ പഠിച്ച കാര്യം. സോ അതിവിടെ അപ്ലൈ ചെയ്യണം. കാരണം തിൻ ഫിലിം എന്ന് പറയുന്നത് എയറിനേക്കാളും ഡെൻസർ മീഡിയം ആണ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മീഡിയം ആണ്. സോ വെൻ റിഫ്ലക്റ്റിംഗ് ഓൺ ദിസ് സർഫസ് ഓഫ് എ തിൻ ഫിലിമിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വേവിന് അടിയിലൊരു എയർ ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന വേവിനേക്കാളും അഡീഷണൽ പാത്ത് ഡിഫറൻസ് λ/2 ഉണ്ടാകും, ഓൾറെഡി പ്രസന്റ് ആയിരിക്കും. സോ വി വാണ്ട് ടു ഇൻക്ലൂഡ് ദാറ്റ് in our equation of optical path difference. So the original path difference, so the actual path difference between the reflected rays BC and EF, അതായത് റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് വേവ്സ് ഉണ്ടല്ലോ BCയും EFും, അത് തമ്മിലുള്ള ആക്ച്വൽ പാത്ത് ഡിഫറൻസ് is given by 2 mu t cos r plus an additional path difference which is due to dissimilar reflection, which is given by Maxwell's electromagnetic theory, which is given by path difference equal to 2 mu t cos r plus λ/2. അതായത് ഡെൻസർ മീഡിയത്തിൽ തടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് λ/2 ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. അതും കൂടി നമ്മൾ അപ്ലൈ ചെയ്തു. സോ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു വേവ്സ് വിച്ച് ഇസ് റിഫ്ലക്റ്റഡ് ഫ്രം ദി അപ്പർ ആൻഡ് ദി ബോട്ടം സർഫസ് ഓഫ് ദി തിൻ ഫിലിമിന്റെ അപ്പർ സർഫസിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലോവർ സർഫസിൽ റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് തമ്മിലുള്ള വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ് കിട്ടി. Now we are moving to, നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? We can calculate what is the condition for maximum and what is the condition for minimum. Okay. കണ്ടീഷൻ ഫോർ മാക്സിമം. എപ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുക? എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടുക? നമ്മൾ അനലിറ്റിക്കലി ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോഴൊക്കെ നമ്മളുണ്ട് വെൻ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു സം n lambda we get constructive interference. സിമിലർലി നമുക്ക് ഇവിടെ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് തമ്മിൽ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യണമെങ്കിൽ വി വാണ്ട് ദിസ് പാത്ത് ഡിഫറൻസ് ടു ബി multiples of lambda, some integer multiples of lambda, that is some n lambda. That means if we want to get maximum or bright fringe, the condition for maxima is given by 2 mu t cos r plus λ/2 is equal to some integer multiple of lambda, that is equal to n lambda, where n is equal to 1, 2, 3. That means 2 mu t cos r is equal to n lambda minus λ/2. അതായത് 2 mu t cos r plus λ/2 അതാണ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു വേവ്സ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു n lambda നമുക്ക് മാക്സിമം കിട്ടണമെങ്കിൽ. സോ വി ക്യാൻ ടേക്ക് ദിസ് λ/2 എന്ന ടേമിനെ ഇപ്പുറത്തേക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ 2 mu t cos r ഈക്വൽ ടു n lambda minus λ/2. ദാറ്റ് ഈസ് ഈക്വൽ ടു n minus 1/2 into lambda, or we can say നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം 2 mu t cos r equal to 2n minus 1 into λ/2.
Okay, now we got the condition for maxima in the top of thin film. അതായത് രണ്ട് റേസും ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ട് ഓഫ് ദി തിൻ ഫിലിമിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രണ്ട് വേവ്സും ഇന്റർഫിയർ ചെയ്ത് നമുക്കൊരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടാൻ ഉള്ള കണ്ടീഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. അതിനുവേണ്ടി നമ്മൾ ചെയ്തു ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു വേവ്സ്. രണ്ട് വേവ്സും നമ്മളെ പാത്ത് ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇൻ ദ ടേംസ് ഓഫ് തിക്നെസ് ടി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ, and mu, what is the refractive index of thin film, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. When that path difference equal to some n lambda, we get condition of maxima. അതാണ് basic principle of interference. അതാണ് when path difference equal to some integer multiple of lambda, we get constructive interference. So we put that the path difference, the total path difference between those two waves as n lambda. Then simplifying this term, rearranging this equation, we get the condition for maxima in case of thin film interference is given by 2 mu t cos r equal to 2n minus 1 lambda by 2. Okay, now then max condition for maximum എഴുതാൻ പറ്റുമെങ്കിൽ condition for minima simple ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. Then what is condition for minima? ഓക്കെ, എപ്പോഴാണ് നമുക്ക് മിനിമം കിട്ടുക? രണ്ട് വേവ്സ് ഇന്റർഫിയർ ചെയ്തിട്ട് എപ്പോഴാണ് മിനിമം കിട്ടുക? When the path difference between those two waves in the multiple of lambda by 2. രണ്ട് വേവിന്റെയും പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ ടുവിന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്താണ് നമുക്ക് മിനിമം കിട്ടുക. സോ ഈ രണ്ട് വേവ്സിന്റെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? 2 mu t cos r plus lambda by 2. So that means 2 mu t cos r plus lambda by 2 is in terms of some lambda by 2. Lambda by 2ന്റെ ടേംസിലാണെന്ന് വിചാരിക്കുക. We get condition for minima, we get a dark fringe. So we can rearrange this equation to some more simplified form. Okay, that means 2 mu t cos r plus lambda by 2 is equal to 2 mu t cos r equal to 2n plus 1 lambda by 2 minus lambda by 2. ഇങ്ങനെയാണ്. ഇവിടെ പ്ലസ് ലാംഡ ബൈ 2 ഇപ്പുറം സൈഡിലേക്ക് കൊണ്ടുപോകാം. Take it to right hand side and it becomes minus lambda by 2. So we can write 2 mu t cos r is equal to n lambda, and this is the condition for minima. അതായത് നമുക്കൊരു ഡാർക്ക് ഫ്രിഞ്ച് ലാംഡ വേവ് ലെങ്ത് ഉള്ളൊരു ലൈറ്റ് സം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി നമ്മൾ ഇൻസിഡന്റ് ചെയ്തു. if that light makes an angle of refraction r in a medium in a thin film with refractive index mu, and if this condition is satisfied, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആംഗിളുകളിലെല്ലാം we get dark, നമുക്ക് ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും. So this is the condition for minima, and this is also called cosine law. ഈ ഇക്വേഷൻ നമ്മൾ cosine law എന്ന് വിളിക്കാറുണ്ട്. we call this as cosine law. Cosine law says that this, for a destructive interference or for darkness in the reflection, the condition is 2 mu t cos r equal to n lambda, where n is equal to 1, 2, 3. That is called cosine law. ഇത് എക്സാമിന് മെയിൻ ചോദിക്കാനുള്ള സാധനം എന്താണ് cosine law എന്ന് ചോദിക്കും. അപ്പോൾ ഇതുവരെ എഴുതിയാൽ മതി. അതായത് കണ്ടീഷൻ ഫോർ മിനിമം എഴുതിയാൽ മതി. 2 mu t cos r equal to n lambda. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടീഷൻ ഫോർ മാക്സിമം ആൻഡ് കണ്ടീഷൻ ഫോർ മിനിമം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നും കൂടെ നമുക്കത് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിൻ ഫിലിം ഇൻ്റർഫറൻസ് ആണ്. അതായത് നമ്മൾ സാധാരണ റോഡിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഒരു സോപ്പ് ബബിളിൻ്റെ കേസിലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, അതൊന്നും ചിന്തിക്കേണ്ട. നമ്മളൊരു ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒരു തിൻ ഫിലിം നമ്മളിവിടെ എയറിൽ പ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ ലൈറ്റ് ഇവിടെ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ഇൻ്റർഫറൻസ് പാറ്റേൺ. നമുക്ക് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമ്മളൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് തിൻ ഫിലിം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് തിൻ ഫിലിം ഇൻ്റർഫറൻസ് സംഭവിക്കുന്നത്? ഹൗ ഡസ് ദിസ് ഹാപ്പൻ? അത് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു ലൈറ്റ് സോഴ്സ് കൺസിഡർ ഒരു സിംഗിൾ വേവ് ലൈറ്റ് വരികയാണ്
ഒരു ആംഗിൾ ഓഫ് ഐ നോർമലുമായിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ മേക്ക് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാണ് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു തിൻ ഫിലിമിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. സോ വൺ പാർട്ട് ഓഫ് വേവ്, ഒരു പാർട്ട് ഓഫ് വേവ് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഈ മ്യൂ ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ദി rare denser medium which is thin film, the medium of film, and one part of the wave will transmit towards the medium making an angle of reflection r. എന്നിട്ട് ഇവിടെ എത്തുന്ന ഈ വേവ് ഇറ്റ് അഗെയിൻ ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ദ ബൗണ്ടറി ഇൻ ദ എയർ ഫിലിം ബൗണ്ടറി ആൻഡ് റീച്ചസ് ബാക്ക് ഇൻ ദിസ് പൊസിഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് പാരലൽ ടു ദിസ് വേവ്. അതായത് ബി സി എന്ന വേവിന് പാരലായിട്ട് ഈ വേവ് ട്രാൻസ്മിറ്റ് ചെയ്ത് മൂവ് ചെയ്യും. സോ വി ക്യാൻ സേ ദിസ് ടു ബി ആൻഡ് ഇ ആക്ട്സ് ആസ് കോഹറൻറ്റ് സോഴ്സ്. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ബി എന്ന സോഴ്സും ഇ എന്ന സോഴ്സും കൊഹറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. കൊഹറൻ്റ് ആയിട്ട് രണ്ട് വേവ് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ഇന്റർഫിയർ ചെയ്യും, അത് ആഡപ്പ് ചെയ്യും. ആഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ഒന്നെങ്കിൽ നമുക്കൊരു രണ്ട് വേവ്സ് ആഡപ്പ് ചെയ്താൽ ഒന്നെങ്കിൽ നമുക്കൊരു ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചോ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടും. സോ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സോ അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. വെൻ പാത്ത് ഡിഫറൻസ്, ഈ വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സം എൻ ലാംഡ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. സോ ഫസ്റ്റ് വി കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ path, the optical path difference between these two waves. അതിനെ നമ്മൾ ഇതിന്റെ geometric analysis എടുത്ത് ഇത് optical path difference is given by this BD plus DE into mu minus BH. എന്നിട്ട് നമ്മൾ BD plus DEക്കും BHനും ബേസ് ഓൺ ടിയുടെയും ആറിൻ്റെയും ഒക്കെ ടേംസിൽ നമ്മൾ ഓരോ ഇക്വേഷൻസ് എക്സ്പ്രഷൻസ് ഡെറൈവ് ചെയ്തു. അത് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷനിൽ എന്ത് ചെയ്തു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ അവസാനം നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കിട്ടി, സം 2 mu t cos r. കൂടാതെ അതിന്റെ കൂടി പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിനർ റിഫ്ലക്ഷൻ, അതായത് ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ അഡീഷണൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 കൂടി ആഡ് ചെയ്തു. ദെൻ വി ഗെറ്റ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു 2 mu t cos r പ്ലസ് ലാംഡ ബൈ 2 ഈക്വൽ പാത്ത് ഡിഫറൻസ്. ഓക്കെ, നൗ നമുക്ക് പാത്ത് ഡിഫറൻസിന് ഒരു എക്സ്പ്രഷൻ കിട്ടി ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ മ്യൂ ടി ആൻഡ് കോസ് ആറിന്റെ ഒരു ടേംസിൽ ഒരു വാല്യൂ കിട്ടി. സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം, നമുക്കറിയുന്ന കാര്യം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ, ഡാർക്ക് ഫ്രിഞ്ച് ഓർ ബ്രൈറ്റ് ഫ്രിഞ്ച്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഫോർ കണ്ടീഷൻ ഫോർ മാക്സിമം. വെൻ ദിസ് ടോട്ടൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്, ടോപ്പ് പാർട്ടിൽ നിന്നും ബോട്ടം പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എൻ ലാംഡ എന്ന സമയത്ത് നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടുമെന്ന് പറയുന്നു. സോ ഈ എക്സ്പ്രഷനിൽ നമ്മൾ ആ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു എൻ ലാംഡ, അപ്പോഴാണ് മാക്സിമം കിട്ടുക നമുക്കറിയാം. സോ അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും വെൻ 2 mu t cos r equal to 2n minus 1 lambda by 2 we get a bright fringe at that position. And മോർ ഇമ്പോർട്ടൻ്റ്ലി കണ്ടീഷൻ ഫോർ മിനിമയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ്. അതായത് 2 mu t cos r പ്ലസ് ലാംഡ ബൈ 2, ലാംഡ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് നമുക്കറിയാം ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുമെന്ന് അറിയാം. സോ ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 2 mu t cos r ഈക്വൽ ടു എൻ ലാംഡ. അതിനെ വിളിക്കുന്ന പേരാണ് കോസൈൻ ലോ. ആൻഡ് ഈ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ്, ലാംഡ മൊണോക്രാമിൽ ഒരു ലേസർ നമ്മൾ ആ ആംഗിൾ ഇൻസിഡന്റ് ചെയ്യാന്ന് വിചാരിച്ചു. സോ കോസ് ആർ ആംഗിൾ, അത് റിഫ്രാക്ട് ചെയ്യുന്ന ആംഗിൾ കോസ് ആറും മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ടി ആണ് തിക്നെസ് ഓഫ് ഫിലിമും ആണെങ്കിൽ ദിസ് ലാംഡ വിൽ ബി അബ്സെന്റ്. ഈ ലാംഡ ആ പൊസിഷനിൽ അബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആയിരിക്കും കിട്ടുക. അതാണ് നമ്മൾ കോസൈൻ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ എങ്കിൽ സമയം തീരാനേ, അതുകൊണ്ട് ഞാൻ ടെൻസ് വിളിക്കാം. അനസ് റോഷൻ സി എച്ച്. Present, sir. അനശ്വർ സുരേന്ദ്രൻ. Present, sir. അനുഗ്രഹ്. Present, sir. അശ്വന്ത്. Present, sir. ധ്യാൻ ബിജു. Present, sir. ഫാത്തിമ നദ. Present, sir. ഫാത്തിമത്ത് സഫ. Present, sir. ഫാത്തിമത്ത് സന. Present, sir. ജ്യോതിഷ്. Present, sir. കൈലാസ് നാഥ്. കൈലാസ് നാഥ് ഇല്ല. മുഹമ്മദ് മുവാദ് ഫറൂഖ്. Present, sir. നീഹ ഷിരിൻ. Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ പി ഇല്ല. ഓക്കെ, പ്രണവ് രാജ്. Present. സായന്ത്. Present.
ഓക്കെ, അപ്പം അബ്സെൻ്റ് ഉള്ളത് കൈലാഷ്നാഥും നിഖിൽ പി ആണ്. പിന്നെ ഇന്ന് വൈകുന്നേരം 6th hour ആണോ 7th hour ആണെങ്കിൽ നിങ്ങൾക്ക് വൈവ പീരീഡ് ഉണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് കയറുക, അസൈൻമെൻറ്റ് നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരാം. സോ താങ്ക് യു.